ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താ കൂട്ട പ്രോൺസ് റോസ്റ്റും ആ പിന്നെ പ്രോൺ ബിരിയാണി നാളെ അല്ലേ? ഓക്കെ. ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പ്രോൺസ് ജസ്റ്റ് നമ്മള് ഫ്രൈ ചെയ്തെടുത്താണ്. പ്രോൺസ് എവിടെ നിന്നാ കൊണ്ടുവന്ന് മേടിച്ചത് അത് പറ. മാഞ്ചസ്റ്റർ. ആ 2 കിലോ പ്രോൺസ് കുറച്ചിട്ട് പൊളിച്ചിട്ട് ഇത്ര സാധനം കിട്ടിയുള്ളൂ. ആ പിന്നെ അടുത്തെന്താ ചെയ്യാൻ പോണേ? ഇഞ്ചി ആ ഇതാണ് എല്ലാവരും പറയണത് നമ്മുടെ എന്താണ് കോസ്കോയിലെ കോക്കനട്ട് ഓയിൽ. ഫ്രൈ ചെയ്ത എണ്ണ തീർന്നുകൊണ്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ എണ്ണ ഇട്ട് കരിയുന്നതാണോ കരിയുന്ന പോലെ തോന്നുന്നാണോ? പിടിച്ചോ? സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇല്ലാത്തത് കുറച്ച് പുളി ഇട്ടോ? പുളി വരാൻ വേണ്ടിട്ട്. ഓക്കെ. എന്നിട്ട് കടുകുറ. അയ്യോ കടുകിട്ടില്ല. എണ്ണ ഇതാണ് കുഴപ്പമില്ല. നമുക്ക് അത് അടി പിടിച്ചു പോയല്ലോ. എന്നാ ഇത് പടി ഞാൻ കളക്കത്തരാം. അതാ കൂട്ടി ഇളക്കിയാൽ എല്ലാത്തിനും എന്റെ ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഇതെന്തിനാ കടുക് പൊട്ടിക്കാനാ? ഇട്ട സ്പൂൺ തന്നെയാണ് പിന്നെയും പിന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ കൈസ് ഇടുന്നത്? ഞാൻ കണ്ടു. ആ ശരിയാ. ഈ ശബ്ദം കാരണം കേൾക്കാൻ പറ്റാതാവൂ കൂട്ടാ? കുഴപ്പമുണ്ടാവില്ലല്ലേ? അതെ. റിയാലിറ്റി എന്ന് പറയുമ്പോ പാത്രം ഇങ്ങനെ ഇരിക്കണ്ട. എന്നും യൂസ് ചെയ്യുന്ന സാധനത്തിൽ എല്ലാം ഒന്നും ഇറങ്ങുന്നിരിക്കില്ല. അതെ. പൊട്ടട്ടെ. നമുക്ക് നാരങ്ങ വേണം, തക്കാളി വേണം, വെളുത്തുള്ളി വേണം. അതൊന്നുമില്ലേ? ഞാൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. ഓക്കെ. റെഡി ആയിരിക്കും. ഓക്കെ. അടുത്തെന്താ പോണേ? ആ നോക്കട്ടെ. മസാല ഇട്ടു. ഏതൊക്കെയാ? മുളക് പൊടി ഇട്ടു. ആ അതെടുക്കണ്ടായിരുന്നു, അത് മറന്നുപോയി. അപ്പൊ ക്ലീൻ ചെയ്തത് ശരിയാ, 2 കിലോ ക്ലീൻ ചെയ്തത്. അത് കുഴപ്പമില്ല, അത് അടുത്തോണം കാണിക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പൊ അതെന്താ ആ സാധനം നേരത്തെ ഇല്ലായിരുന്നല്ലോ? അപ്പുറത്തിരിക്കുന്ന പാത്രം, ഫ്രണ്ടിലിരിക്കുന്നത്. സൂപ്പറല്ല, നമ്മൾ 2 രൂപ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. തക്കാളിയും സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ട് വരും. ഓക്കെ, അപ്പൊ സാധനം മേടിക്കാൻ പോവാം. തക്കാളി, സവോള, കുക്കുംബർ എല്ലാ സാധനം മേടിച്ചു. പരിഞ്ഞോ? അതെ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണേ? പുളി ഒരുപാട് വേണ്ട. നീ മറ്റേ കുടംപുളി ഇടുന്നുണ്ടോ? പരിഞ്ഞു. എന്തായാലും ചെയ്യാണ്ടോ? എന്നാ ഞാൻ അരിഞ്ഞു തരാം. എന്താ ഉണ്ടായിരുന്നു?
മൊരി അറിയാം. ആ ഉണ്ടാക്കും. അല്ലെങ്കിൽ യോഗട്ടായാലും മതി. പിന്നെ അതെല്ലാം മാറ്റോ? തക്കാളി ഒന്ന് വേണം. മല്ലിയിലയുടെ ഒരുപാട് ചുവ വരുന്ന ഇഷ്ടമല്ല. ഒരു ടേസ്റ്റ് കിട്ടോ. ഓക്കെ, അതിനെന്തൊക്കെ വേണം? നോട്ടി ഗേൾ. അക്കുറിന്റെ പാത്രങ്ങളെല്ലാം വെറൈറ്റി ആണ്. സ്റ്റീല് മാത്രമല്ല ബ്രാസും ഉണ്ട്. ഇത് ബ്രാസ് അല്ലേ? ആണോ? ഇതില് പപ്പടം കാച്ചൂല? വളരെ സിമ്പിളാ. എന്താ 3 അല്ലി വെളുത്തുള്ളി. ഞാൻ ഓൾറെഡി പച്ചമുളക് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. വെളുത്തുള്ളി ഒന്ന് പൊളിച്ചെടുക്കണം. നീളത്തിൽ അരിയണം. മുളക് നീളത്തിൽ അരിയണം. വെളുത്തുള്ളി നീളത്തിൽ അരിയണം. പിന്നെന്താ വേണ്ടത്? പിന്നൊന്നും വേണ്ട. അത്രേ ഉള്ളൂ. ഒരു ഇറക്കി കടുക് കാച്ചണം. പച്ചമുളക് ഇടണം. മഞ്ഞപ്പൊടി. പ്രോൺസ്. കോക്കനട്ട് ഓയിലാണോ? ഓക്കെ. ഇളക്കി കൊടുത്തോണ്ടിരിക്കണല്ലേ? മറ്റേ തോരൻ റെഡിയായോ? ക്യാരറ്റും ഇട്ടു. വെള്ളം ചൂടായി. കുറച്ച് മതി. സെമി ഗ്രേവി മതി. ഒത്തിരി വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കര ഹാർഡായി പോയി. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ഇടാം. പ്രോൺസ് റോസ്റ്റ് ഗ്ലാസ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കൂട്ടോ. ഒഴിച്ചോ? ഓക്കെ. സ്വല്പം. കിങ് പ്രോൺ റോസ്റ്റ് അല്ലേ? പ്രോണല്ലേ? വലിയത്. ഇതിന് ആവശ്യമായ ചേരുവകൾ കുറച്ച് കടുക്, ഉലുവാപ്പൊടിയാ. ഓക്കെ. ഈ പാത്രമൊക്കെ എവിടെ നിന്നാ വാങ്ങിച്ചെന്ന് പറഞ്ഞോട്ടെ. ആളുകൾക്കൊക്കെ ഒരു ആകാംക്ഷ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ പാത്രങ്ങൾ? UK-ന്നോ? നമ്മളത് ബാംഗ്ലൂരിൽ മേടിച്ചല്ലേ? പുളി കുറവായതുകൊണ്ട് ഇച്ചിരി നാരങ്ങ ഒഴിച്ച് വയ്ക്കാം. അതിലേക്ക് വേണ്ട ചേരുവകൾ ഗാർലിക്, പച്ചമുളക്. ആണോ? ആ സാധനം ഇതാണോ മോന്റെ ഗ്ലാസ് അടിക്കുന്നത്? ആണോ? അതെന്ത് മറ്റേ തവിയിലെ സാധനം തട്ടിക്കളയുന്നതാണോ? മഞ്ഞൾപ്പൊടി. നല്ല മഞ്ഞ കളറാണ്.
അതിനകത്ത് മറ്റേ ഈ സാധനം ഇടും, മറ്റേ ചുവന്ന മുളക്. ഞാൻ കുറച്ച് മുളക് ഇടാൻ മറന്നുപോയി. നല്ല മണമുണ്ട്. രണ്ടെണ്ണം മതിയോ? കടു പൊട്ടിക്ക് പോയിട്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളച്ച് കഴിഞ്ഞിട്ട് തൈര് ഒഴിക്കണം. തൈര് പെട്ടെന്ന് അങ്ങനെ തിളക്കും. തൈര് തിളക്കരുത്. തൈര് തിളക്കാൻ തിരിഞ്ഞ് മഞ്ഞപ്പൊടിയോ? മഞ്ഞപ്പൊടി ഇട്ടല്ലോ, കുറച്ചുകൂടെ വേണം. ഇട്ടോ? ആ, ഇട്ടെങ്കിൽ മതി. എനിക്ക് മറ്റേ മഞ്ഞ കളറുള്ളതാ ഇഷ്ടം. ഞങ്ങള് മഞ്ഞമോരെന്ന് പറഞ്ഞോണ്ടിരുന്നത്. കുറച്ച് മുളക് പൊടി. മുളക് പൊടി. മോനെന്താ പറഞ്ഞോണ്ടിരുന്നത്? മോര് കാച്ചി തിന്നാ? പുളിശ്ശേരിയോ? പുളിശ്ശേരി ഇതല്ല. ആ പുളിശ്ശേരി ഇതാണ്. പുളിശ്ശേരി എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റേ കുമ്പളങ്ങി ഇടുന്നതാണ് പുളിശ്ശേരി അല്ലേ? ആ കുമ്പളങ്ങി ഇടുന്നതാണ് നിങ്ങൾ പറയുന്നത്. അതാണ് പുളിശ്ശേരി. കുമ്പളങ്ങ പുളിശ്ശേരി. പിന്നെ ഇതിന്റെ വേറെ സാധനമുണ്ട്, കാളനില്ലേ സദ്യക്ക് കിട്ടുന്നത്. തേങ്ങ അരക്കുന്നതാണോ കാളൻ? ഇത് കത്തിക്ക് പോട്ടെ. കുറച്ച് ഉലുവാപ്പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ്. തൈര് കുറച്ചും കൂടെ വേണം. നാളെ സാലഡ് ഉണ്ടാക്കട്ടെ അല്ലേ ബിരിയാണി. നാളെ മേടിക്കാം. അരിയും ആട്ടയൊക്കെ മേടിക്കണ്ടേ? എങ്ങനെ ബിരിയാണിക്ക്? പിന്നെ ഉപ്പിടണം. കടുക് കറി പോലെ ആയിട്ടില്ലേ? എന്താ കുറെ കടുക് കടുക് ഒരുപാട് കഴിഞ്ഞാൽ മറ്റൊരു കയ്പ് വരും. ആണോ? ഓട്ടെ കേട്ടോ. നല്ല മഞ്ഞക്കളറായിട്ട്. പിന്നെ ഇനി അധികം വെക്കരുത്. സ്വാഭാവികം. അപ്പോ എല്ലാം റെഡിയായോ? ഇതാണ് പ്രോൺസ് റോസ്റ്റ് റെഡി. പുളിശ്ശേരി മോര് കാച്ചിയത്, മുമ്പത്തെ ക്യാബേജ് ക്യാരറ്റ് മിക്സ്. അപ്പോ അടുത്ത വീഡിയോ കാണാം അല്ലേ? ചോറ് ചോറ് ചോറേ. പ്രോൺസ് റെഡി, ക്യാബേജ് തോരൻ ആൻഡ് മോരുകറി. എന്റെ മാത്രമാണ്. കുറച്ച് മതി ചോറ്. അല്ല ചോറ് കുറച്ച് മതി. റോസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. ക്യാബേജ് തോരൻ അത്ര മതി. ചോദിച്ചു കറക്റ്റ് ഇതാണോ വെന്തേക്കുന്നത്? ഒത്തിരി ഹാർഡ് ആയിട്ടില്ലല്ലോ. സോഫ്റ്റ്. മൈ ഗോഡ്.